കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഭയങ്കര ഉപദേശമായത്. ഈ ആകയാൽ എന്നുള്ള പദം എന്താ? ആ വചനത്തിൻ്റെ പഠനം ഇത്ര മനോഹരമാണെന്ന് നോക്കി. പരിശുദ്ധാത്മാവ് ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഉപദേശമേ. ഒരുത്തുള്ള അന്വേഷിപ്പ്, ഒരുത്തുള്ള ചിന്തിപ്പീൻ എന്നൊക്കെ പറഞ്ഞ് ജീവനായ ക്രിസ്തു വളഞ്ഞിരിക്കും, നിങ്ങൾ അവനോടുകൂടി വെളിപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ആകയാൽ അങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളായിരിക്കുന്നത് കൊണ്ട് ആകയാൽ എന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധന്മാർക്ക് എഴുതുന്ന ഉപദേശമായത് എനിക്ക് നിങ്ങൾക്ക് തരുന്നതാ. നമ്മളിൽ ദുർനടപ്പുണ്ടെങ്കിൽ, അശുദ്ധി ഉണ്ടെങ്കിൽ, അതിരാഗമുണ്ടെങ്കിൽ, ദുർമോഹമുണ്ടെങ്കിൽ, വിഗ്രഹാരാധന, അത്യാഗ്രഹമുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? മരിപ്പിച്ച് കളയണം. ആ അനുഭവങ്ങളെ, ആ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ മരിപ്പിക്കണം. അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുന്നതൊക്കെ നമുക്കുണ്ടാകും. ചെറിയ തോതിലും വലിയ തോതിലും ഉണ്ടാകും. ചിലർക്ക് ഇതേ ഉള്ളൂ. അതിനെ മരിപ്പിക്കാനാണ് പൗലോസ് പറയുന്നത്. മനസ്സിലായോ? ദൈവമക്കളെ, ഈ ആത്മീയ യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഈ മരിപ്പിക്കുക എന്നുള്ളതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താ? അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക. ഈ ഉപവസിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അതിനു വേണ്ടിയാണ്. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വൃദ്ധനായ മനുഷ്യൻ പഠിപ്പിച്ചതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവരൊക്കെ ഇരുന്ന് ഉപവസിക്കുന്നത് ആത്മീയമായി എത്രത്തോളം ആയി, കുറ്റങ്ങൾ കുറവുകളൊക്കെ എന്തോരം ഉണ്ട്, ശുദ്ധീകരണത്തിൻ്റെ മേഖല എന്തോരം ഉണ്ട്, എവിടെയാണ് ക്ലിയർ ചെയ്യേണ്ടത്, എവിടെയാണ് വാഷ് ഔട്ട് നടക്കേണ്ടത്, എവിടേക്കാണ് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത്. മൊബൈലിലൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും, ഹൃദയത്തിൽ കിടക്കുന്നതൊക്കെ അങ്ങനെ തന്നെ കിടക്കും. അതിനാ ഉപവസിക്കുന്നത്. ഇന്നാളൊരു പാസ്റ്റർ പറയട്ടെ, എത്ര മല പോലുള്ള പ്രശ്നം ആയിക്കോട്ടെ, കയറിയങ്ങ് ഇരുന്നേക്കുള്ള ഒരു 3 ദിവസം. അപ്പോഴോ മല ഇടിച്ച് നിരത്തി തരുമെന്ന് സാത്താൻ സൂപ്പറാക്കി തരും. എൻ്റെ പൊന്നെ, ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഭൗതിക കാര്യങ്ങൾ നേടാനല്ല. അത് ജഡീകന്മാരുടെ ഉപദേശങ്ങളാണ്. അത് തുമ്പുകെട്ട ഇടയന്മാരുടെ ഉപദേശമാണ്. യഥാർത്ഥ ഉപദേശം എന്നുള്ളത് നമ്മളിൽ മറഞ്ഞിരിക്കുന്ന പാപത്തിൻ്റെ കണികകൾ, എന്നിലും നിങ്ങളിലും മുറുകെ പറ്റുന്ന പാപം. ഈ ചക്കയരക്ക് പോലെ, ചക്കയരക്ക് കൈകൊണ്ട് തൂത്താൽ എൻ്റെ ആയിരിക്കും സ്ഥിതി. ഒരു ചക്ക മുറിക്കുക, പച്ചച്ചക്കയിലുള്ള അരക്ക് കൂടുതൽ അവിടെ മുറിച്ച് കഴിയുമ്പോൾ തുണിയൊന്നും വേണ്ട, കൈകൊണ്ട് അതങ്ങ് തുടച്ച് മാറ്റാമെന്ന് പറഞ്ഞാൽ തീർന്ന്. ആ ചക്ക പൊളിക്കൽ അതോടെ തീർന്ന്. നമ്മളതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചക്കയുടെ പൂഞ്ചു കൊണ്ടോ തുണി കൊണ്ടോ മറ്റേതെങ്കിലും മാധ്യമം കൊണ്ടാണ് ആ ചക്കയിലൊക്കെ എടുത്ത് മാറ്റുന്നത്. അതല്ല, കൈ കൊണ്ട് തന്നെ മാറ്റാമെന്ന് വിചാരിച്ചാൽ ആ കൈ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. കഴുതെത്ര കളഞ്ഞാലും പോകത്തില്ല. ഒന്നുകിൽ വെളിച്ചെണ്ണയോ മണ്ണെണ്ണയോ കിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാതെ പോകത്തില്ല. ചക്കയിലൊക്കെ അതുപോലെയാണ്, ഒട്ടി പിടിക്കും. അതുപോലെ മുറുകെ പറ്റുന്ന പാപങ്ങൾ നമ്മളിലുണ്ട്. ദുർനടപ്പുണ്ട്, അശുദ്ധിയുണ്ട്, അതിരാഗമുണ്ട്, ദുർമോഹമുണ്ട്. ഏറ്റവും വലിയ പാപം വിഗ്രഹാരാധനയാണ്. അത് ഭൗതിക അത്യാഗ്രഹം. നമ്മുടെ ബലയാമിൻ്റെ യൂദയുടെ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ അതിലുണ്ടായിരുന്നു. ബലയാം ദ്രവ്യാഗ്രഹി. ബലയാമിൻ്റെ കൂട്ടുകാരാണ് ഇന്നത്തെ ആത്മീയ ശുശ്രൂഷകന്മാർ. നല്ലൊരു പങ്കും. പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണേ. എനിക്ക് 50 തരണം, 30 തരണം, 40 തരണം, ഇത്ര തരണം എന്ന് പറയുമ്പോൾ നീ ബലയാമിൻ്റെ അണ്ണനാ, അല്ലെങ്കിൽ തമ്പിയാ, അല്ലെങ്കിൽ ഗേഹസിയുടെ തമ്പിയോ ഗേഹസിയുടെ അണ്ണനോ. എന്താ പറ്റിയ അവസാനം? പാപകുഷ്ഠം പിടിച്ചല്ലോ. കൂടെ നടന്ന് ശുശ്രൂഷ ചെയ്ത് അവസാനം ശപിക്കപ്പെട്ടവനായി പോയില്ലേ? ഈ സ്വഭാവങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെയുള്ള സ്വഭാവം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എന്നിലും നിങ്ങളിലും ഉണ്ടോയെന്ന് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. ഒരു ദ്രവ്യാഗ്രഹിയാണോ എന്ന് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം. ഒരു ദുർനടപ്പുകാരനാണോ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം. അശുദ്ധിയിൽ കിടന്ന് പെരളുന്ന ആളാണോ എന്ന് ഞാൻ ശോധന ചെയ്യണം.
അതിരാഹം, ദുർമോഹം, ഇങ്ങനെ എൻ്റെ ആ സ്വഭാവങ്ങൾ എന്നിലുണ്ടോ എന്ന് ഞാൻ ശോധന ചെയ്യണം. എന്നെ തന്നെ ശോധന ചെയ്ത് അത് മാറ്റാൻ വേണ്ടി കുത്തിയിരുന്ന് ഉപവസിക്കണം. അതാണ് പിതാക്കന്മാരായ സ്വതന്ത്രം കെ ഇബ്രാഹിം സാറും ബി എം ഫിലിപ്പച്ചനും ടി ജി ഉമ്മച്ചനും ഫസ്റ്റ് സി സി ജോർജും ഫസ്റ്റ് ക്യാപ്റ്റൻ ഷമോലും ആദിയായ പഴയ പ്രാരംഭകാലങ്ങളിലെ പെന്തക്കോസ് പിതാക്കന്മാർ തരുന്ന ഉപദേശം അതായിരുന്നു. ഞാൻ അതാ പഠിച്ചിട്ടുള്ളത്. കൃപയാൽ ഇന്നുള്ള തലപ്പത്തിരിക്കുന്ന ഒരൊറ്റ മാസങ്ങളുടെ ഉപദേശം ഞാൻ എടുക്കാറില്ല. കാരണം അതിൽ ഉപദേശം ഇല്ല എന്നുള്ളത് തന്നെ. അവരെന്നോട് പിണങ്ങിയിട്ടൊന്നും ഒരു കഥയില്ല. ഉപദേശം ഇല്ല. അവർക്ക് ഗ്രീൻ കാർഡുണ്ട് കയ്യിൽ, പിന്നെ കോടിക്കണക്കിന് സമ്പത്തുമുണ്ട്, സ്വത്തുമുണ്ട്, എല്ലാവരും കാശുകാരാണ്. ഭൗതികം നമ്മുടെ ആത്മീയ ഗോളത്തിൻ്റെ ആത്മീക വളർച്ചയെ തടഞ്ഞു കളഞ്ഞു സഹോദരങ്ങളെ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. ഞാൻ ഉള്ളതുപോലെ പറയുക. നമ്മുടെ ഭൗതിക വർധനവ്, നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾ നമ്മുടെ ആത്മീയതയെ കാർന്നു തിന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാനിത് ശക്തിയോടെ പറയുന്നു. ഭൗതികം വർദ്ധിക്കുമ്പോൾ ആത്മീകം കുറഞ്ഞുകൊണ്ടിരിക്കും. ഒട്ടകം സൂചിക്കുള്ളിലൂടെ തരുന്നപ്പോൾ എന്താണ് അതിൻ്റെ ഉപദേശം? ഹല്ലേലൂയ. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന ഒട്ടകം സൂചിക്കുള്ളിൽ കിടക്കുന്ന പോലെയാ. ധനം ധനം ധനം, തടസ്സം തടസ്സം തടസ്സം. അങ്ങനെയൊന്നും പറയല്ലേ പാസ്റ്റർ, പിന്നെ എങ്ങനെ പറയണം? ഇതിലെ നിക്ഷേപമുള്ളിടത്തിൻ്റെ ഹൃദയം ഇരിക്കുമെന്ന് കൂടി അതോട് ഒന്ന് ചേർത്ത് പഠിച്ചു നോക്കിയേ. ഒരു 500 കോടി സ്വത്തുള്ള ഒരു പാസ്റ്റർ അതിന് വചനം പ്രസംഗിക്കാനും ശുശ്രൂഷ ചെയ്യാനും കഴിയുമോ? ഞാൻ വിചാരിക്കുന്നേ ഇല്ല. കഴിയും. പഠിച്ചു വെച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പലവരും പ്രസംഗിച്ച് തേമ്പിയ കുറേ പ്രസംഗങ്ങൾ എടുത്തുകൊണ്ട് പോയി മറ്റുള്ളവരോട് പറയുക. അതേപോലെ ലേഖനങ്ങളൊന്നും വായിച്ചൊന്നും അവർ പറയത്തില്ല, പറയാൻ പറ്റത്തില്ല അവരെ കൊണ്ട്. ഞാൻ പൂർണ്ണ വിശുദ്ധനായിട്ടിരുന്ന് പറയുകയല്ല. നോട്ടത്തിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ സംസാരത്തിലോ തെറ്റുകുറ്റങ്ങളുണ്ട്. അതെല്ലാം ക്ഷമിച്ച് കർത്താവെ എന്നെ ശുദ്ധീകരിച്ച് അങ്ങനെ ഇഷ്ടം ചെയ്യുവാൻ, അങ്ങനെ പ്രസാദിപ്പിക്കുവാൻ, കർത്താവെ ഞങ്ങളുടെ വചനങ്ങൾ പറയുവാൻ, കർത്താവെ കൃപ തരണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചാണ് ഈ പറയുന്നത്. ചുമ്മാ അല്ല. കുറ്റങ്ങൾ കുറവുള്ള അതാത് സമയങ്ങൾ കണ്ട് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. റോമാലേഖനം 6:11-12 വായിച്ചേ. 6:11-12 ഒത്തിരി വിഷയങ്ങളുള്ളൊരു ചാപ്റ്ററാണ് കൊലോസ്യർ 3. ആകയാൽ പാപം നിങ്ങളുടെ മർത്തി ശരീരങ്ങളിൽ മോഹങ്ങളെ അനുസരിക്കുമാറ് വാഴരുത്. അടുത്ത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും ചെയ്യരുത്. പാപം നമ്മിൽ വാഴരുത്. അവയവങ്ങളെ പാപത്തിന് സമർപ്പിക്കരുത്. അവയവങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ പാപം വാഴരുത്, പാപത്തിന് സമർപ്പിക്കരുത്. പാപം വരാം. ഒരു വലിയ പഠനമാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിച്ച് നമ്മൾ ശുദ്ധീകരിപ്പാൻ തക്ക വിശ്വസ്തനും നീതിമാനുമാകുന്നു. പാപം നമ്മളിൽ വരാം. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, നാം പലരും തെറ്റിപ്പോകുന്നു. തെറ്റിപ്പോയി അങ്ങനെ അങ്ങ് പോവുകയല്ല ചെയ്യേണ്ടത്. കം ബാക്ക്, മടങ്ങി വരിക, ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. രക്തത്താലുള്ള ശുദ്ധീകരണവും ആത്മാവിലുള്ള ശുദ്ധീകരണവും വചനത്താലുള്ള ശുദ്ധീകരണവും, അവനുള്ള വചനത്തോട് ജലസ്നാനത്തോടെ ശുദ്ധീകരിച്ചു. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ പാപബോധം ഉണ്ടാകുമ്പോൾ ശുദ്ധീകരണം പ്രാപിച്ചു. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് പാപം നമ്മിൽ വാഴാതെ, പാപം നമ്മിൽ വസിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. പാപം നമ്മിൽ വാഴരുത്, അല്ലേ? പാപം നമ്മിൽ വാഴാൻ അവസരം കൊടുക്കരുത്. പാപം വരും. വരുന്ന പാപങ്ങൾ എന്ത് ചെയ്യണം? അതാത് സമയങ്ങളിൽ ക്രമീകരണം പ്രാപിച്ചോണം. പാപം നമ്മിൽ വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന് സമർപ്പിക്കുകയും വരുത്. പാപത്തിന് സമർപ്പിക്കരുത്. പാപം ചെയ്യാനായിട്ട് സമർപ്പിക്കരുത്. ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു ഉപദേശമാണ്, എത്ര ശക്തമായ ഉപദേശമാണത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരാം. ആ പാപത്തെ നമ്മൾ വാഴാൻ നമ്മൾ അവസരം കൊടുക്കരുത്. പാപത്തിന് സമർപ്പിക്കരുത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ അധ്യായം ഇന്നൊന്നും തീരത്തില്ല കേട്ടോ, അതുപോലെ അതിൻ്റെ വിഷയങ്ങൾ കിടക്കുന്നു. വിഷയവിഭജനം ഭയങ്കരമാണ്. ഒരിക്കലും ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരു രാജ്യത്ത്. രാജാവിൻ്റെ വിശ്വസ്ത സേവകനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഈ മന്ത്രിക്ക് ഒരു ആഗ്രഹം,
ഈ മന്ത്രിക്കൊരാഗ്രഹം, ആ ഫോൺ ഓഫ് ചെയ്തിട്ട് മന്ത്രിക്കൊരാഗ്രഹം ഉണ്ടായി. എന്താ ആഗ്രഹം? രാജാവിനോടൊരിക്കൽ മന്ത്രി പറയുക, കംപ്ലീറ്റ് ഓഫ് ചെയ്തോളൂ. ഈ അതിനുശേഷം സമയത്ത് ഈ ഫോൺ ചലയ്ക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ആത്മീയ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അവരവരുടെ ഫോണുകൾ സൈലൻ്റ് ഇടും. ഞാനിപ്പോൾ സൈലൻ്റ് ഇട്ടിരിക്കുക, സ്വത്രം. കാരണം അതൊരു ഡിസ്റ്റർബാണ്. 1 മിനിറ്റ് പറയേണ്ട ഉപദേശം ആ ഫോണിൻ്റെ ശബ്ദം കൊണ്ട് പോകാനിടയായി. രാജാവിനോട് മന്ത്രി പറയുക, എനിക്കൊരു ആഗ്രഹം ഈ ദിവസങ്ങൾ കൂടിയിരിക്കുക. എന്താണാവോ ആഗ്രഹം? എന്നോട് പറഞ്ഞാൽ ഇതുപോലെ വലിയ ചക്കരയും പീരയും പോലെ ഇരിക്കുക രാജാവും മന്ത്രിയും. ഒരാഴ്ചത്തെ കാലയളവ് ആ രാജാവിൻ്റെ കസേരയിൽ എനിക്കൊന്നിരിക്കണം. രാജാവിൻ്റെ മുദ്രമോതിരവും രാജാവിൻ്റെ വസ്ത്രമൊക്കെ എനിക്കും തരണം. അപ്പോൾ രാജാവ് പറഞ്ഞു, കൊള്ളാമല്ലോ, നീ എൻ്റെ വിശ്വസ്ത സേവകനല്ലേ, നിൻ്റെ ആഗ്രഹം സാധിപ്പിക്കാത്ത എന്നാ രാജാവാ ഞാൻ? നമ്മുടെ കോൺഗ്രസിൻ്റെ മന്ത്രിപദത്തിന് വേണ്ടി കിടന്ന് കടിപിടി കൂടുന്ന 2 പേരുണ്ടല്ലോ ഇപ്പോൾ. സ്വത്രം. ആരൊക്കെയാണ്? ചെന്നിത്തലയും KC വേണുഗോപാലും. കേരളത്തിന് വേണ്ടി നന്നായിട്ട് അധ്വാനിച്ച ആളാണ് VD സതീശൻ. ഞാൻ ആരുടെയും പക്ഷം പറയുകയില്ല. അത് കേരളത്തിലെ ജനത്തിൻ്റെ പൾസ് നമ്മൾ മനസ്സിലാവും. മറ്റ് 2 പേര് അവർ കസേരയിൽ ഇരിക്കാനുള്ള വ്യാമോഹമാണ്. ഇതുപോലുള്ളൊരു അധികാര ദുർമോഹികൾ കോൺഗ്രസ്സിലല്ലാതെ മറ്റൊരു പാർട്ടിയിലില്ലെന്ന് തോന്നിപ്പോവുക. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇവിടെ രാജാവിനോട് മന്ത്രി പറഞ്ഞു, എനിക്കൊരാഴ്ചത്തേക്ക് രാജാവായിട്ട് നിനക്കല്ലാതെ പിന്നെ ഞാൻ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കും, ഇരുന്നോളാൻ പറഞ്ഞു. രാജാവ് എണീറ്റ് മാറി മന്ത്രിയെ പിടിച്ച് രാജാവിൻ്റെ കസേരയിൽ ഇരുത്തി. രാജവസ്ത്രം അടിച്ച് അവന് കൊടുത്തു. രാജാവിൻ്റെ കിരീടം അവൻ്റെ തലയിൽ വെച്ചു. രാജാവിൻ്റെ മോതിരം അവന് കൊടുത്തു. രാജാവിൻ്റെ അംശവടി അവന് കൊടുത്തു. എല്ലാവിധ അധികാരങ്ങളും എല്ലാവിധ സ്ഥാനാരോഹണങ്ങളും അത് ചെയ്യേണ്ട വ്യവസ്ഥ പ്രകാരം ഈ മന്ത്രിയുടെ മേൽ കൈമാറി രാജാവായിട്ട് ഇന്നു മുതൽ ഇദ്ദേഹം പറയുന്നത് ഒരാഴ്ചത്തേക്ക് ഇദ്ദേഹമാണ് ഇവിടുത്തെ രാജാവ്. പ്രജകളെല്ലാം കൂടെ നിന്ന സഹപ്രവർത്തകരെല്ലാം അത് അംഗീകരിച്ചു. 1 ദിവസം ഭരണം കഴിഞ്ഞു, 2 ദിവസം ഭരണം കഴിഞ്ഞു, 3-ാം ദിവസം ഭരണം കഴിഞ്ഞു, 4-ാം ദിവസം ഭരണം കഴിഞ്ഞു, 5-ാം ദിവസം ഭരണം കഴിഞ്ഞു. 6-ാം ദിവസമായപ്പോൾ 7 ദിവസം കഴിയുമ്പോൾ ഭരണം കൈമാറ്റം നടത്തണം. 6-ാം ദിവസം 7-ാം ദിവസമൊക്കെ ആയപ്പോൾ 6-ാം ദിവസം 5-6 ആയപ്പോൾ ആരെവിടെ? അടിയനിതാന്നും പറഞ്ഞ സേവകർ വന്നു. ആ പഴയ രാജാവിനെ തലവെട്ടിയേക്കാൻ പറഞ്ഞു. അധികാരമുണ്ട്, തലവെട്ടാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ 16 വർഷം 36 വർഷം രാജ്യം ഭരിച്ചിരുന്നാണ് എന്നൊന്നും പറഞ്ഞിട്ട് കഥയിൽ. കാരണം അധികാരം, മുദ്രാമോതിരം കൈമാറി, അംശവടി കൈമാറി, രാജവസ്ത്രം മാറി, തലയിലെ കിരീടം വരെ കൈമാറി, സ്ഥാനം വരെ അദ്ദേഹത്തിന് കൊടുത്തു, സിംഹാസനം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം പക്ക രാജാവാണ് ഒരാഴ്ചത്തേക്ക്. അദ്ദേഹത്തിന് ആ ഒരാഴ്ച കിട്ടിയ അധികാരം കൊണ്ട് പഴയ രാജാവിൻ്റെ തല വെട്ടാൻ ഉത്തരവിട്ടു. രാജാവിൻ്റെ തല പോയി. കഥയാണ്. ഇതിലൂടെ പെന്തക്കോ സമൂഹത്തോട് ഞാനൊരു വലിയ സത്യം വിളിച്ചു പറയുകയാണ്. പാപം നമ്മളിൽ വാണാൽ, പാപം നമ്മളിൽ കർത്തൃത്വം നടത്തിയാൽ എൻ്റെയും നിൻ്റെയും ചീട്ട് സാത്താൻ കീറി കയ്യിൽ തരും. അങ്ങനെ കീറിയുള്ള ചരിത്രം വല്ലതും ഉണ്ടോ പാസ്റ്ററെ? ആയിരക്കണക്കിന്. ഇന്ന് പലരും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. പാപം വാഴുക, പാപം അവരെ കർത്തൃത്വം നടത്തുക, ദ്രവ്യാഗ്രഹം കർത്തൃത്വം നടത്തുക. ബാങ്കിൽ 2 നോട്ടെണ്ണലിൻ്റെ മിഷ്യൻ വെച്ചേക്കുമ്പോൾ ഈ ദ്രവ്യാഗ്രഹികളായ പാസ്റ്റർ അവിടെ 7 മിഷ്യൻ വെച്ചെണ്ണുക. എന്നിട്ട് ലോകത്തോട് ഈ വിഡ്ഢിത്തം വിളിച്ചു പറയുക. അത് വിളിച്ചു പറയാതിരിക്കണ്ടേ? RSകാരും BJPക്കാരും ഇത് കേട്ട് കഴിഞ്ഞാൽ അവരെന്താ ചിന്തിക്കുന്നത്? കണ്ടോ ഇവർ കാശുണ്ടാക്കണുണ്ടോ? കാശുണ്ടാക്കി എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതായത് ഈ ദുരുപദേശത്തിൽ കിടക്കുന്നവർക്ക് ബോധമില്ലെന്ന് പറഞ്ഞാൽ അതതിൻ്റെ അർത്ഥം. ഒരു സംഘം പഠിപ്പിക്കുന്നുണ്ട് തിമോത്തിയോസിനോട്. അന്യതാപദേശം പറയുന്നത് എന്ത് പറയുന്നു, എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല, ബോധമില്ല, സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ പിച്ചും പേയും വിളിച്ചു പറയുന്നത്. അസോസിയേഷൻ പാസ്റ്റർമാർ ഞങ്ങളുടെ പാസ്റ്റർമാരുടെ കീഴിലുള്ള പാസ്റ്റർമാരുടെ ഭാര്യമാരുമായിട്ട് അവർ അവിഹിത ബന്ധം പുലർത്തുന്നു. എന്നിട്ടും ഞങ്ങളുടെ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. പോഷത്വം, വിഡ്ഢിത്തം, അവിവേകം വിളിച്ചു പറയുക. കാരണം എന്താ? ദുരുപദേശത്തിൽ കിടക്കുന്നുണ്ട്. എന്ത് പറയണം, എന്ത് പറയേണ്ടെന്ന് അറിയത്തില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്തവൻ എന്തും ചെയ്യും, എന്ത് പറയണമെന്ന് അറിയാത്തവൻ എന്തും പറയും എന്ന് പറഞ്ഞതുപോലെ ആയിത്തീർന്നു കാര്യങ്ങൾ.
റോമാലേഖനം 6 ഞാൻ മടങ്ങി വരുന്നു. പാപം നമ്മളിൽ കർത്തൃത്വം നടത്തരുത്. നമ്മുടെ അവയവങ്ങൾ പാപം കർത്തൃത്വം ചെയ്യാൻ ഇടകൊടുക്കരുത്. പാപം നമ്മിൽ വാഴാൻ ഇടകൊടുക്കരുത്. റോമർ 6 12 13 വാക്യങ്ങൾ ഫ്ലക്സ് അടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ തൂക്കിക്കോ. രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അതിൽ കൂടി. ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യമാട്ടോ, അത് ഞാൻ നിങ്ങളോടും പറയുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് എന്താ പറയുന്ന കൊലോസ് ലേഖനത്തിൽ നിന്ന്? ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിച്ചു കളയണം, കൊന്നുകളയണം. അതിനെ എഴുന്നേറ്റ് വരും പിന്നെയും കൊല്ലണം, എഴുന്നേറ്റ് വരും പിന്നെയും കൊല്ലണം. പണ്ടൊരു ഉദ്ദേശിച്ച് പറഞ്ഞ പോലെ എന്തോ ലോകരാഷ്ട്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാരകമായ കെമിക്കൽ വേപ്പൺസ്, മാരകായുധങ്ങൾ, രാസായുധങ്ങൾ, ആറ്റം ബോംബുകൾ 100 പ്രാവശ്യം ഈ ഭൂമിയെ ചുട്ടരിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. 100 പ്രാവശ്യം, 99 പ്രാവശ്യം എരിച്ചു കളഞ്ഞാൽ പിന്നെയും എഴുന്നേറ്റ് വന്നാൽ പിന്നെയും കത്തിക്കാനുള്ളത് സംഭവമില്ലുണ്ടെന്ന്. എന്നിട്ടാണ് സമാധാനം 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 എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. അതാ പൗലോസ് പറഞ്ഞത്. അവർ സമാധാനം സമാധാനം എന്ന് പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോൾ പെട്ടെന്ന് നാശം വന്ന് സംഭവിക്കും. പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായി കൃത്യമായിട്ടാണ് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കത് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, വചനം വായിച്ച് പഠിക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ പഠിക്കുക, ലേഖനങ്ങൾ പഠിക്കുക. വാക്കിനാൽ ലേഖനത്താൽ നിന്ന പ്രമാണങ്ങൾ വായിച്ച് പഠിക്കും തോറും കാര്യങ്ങളുടെ വ്യക്തത ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ വചനത്തിലൂടെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ആത്മീയ വളർച്ച കിട്ടും, ആത്മീയ വർധന കിട്ടും, ആത്മീയ നിറവ് കിട്ടും. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും. പാപം ചെയ്യുമ്പോൾ നമുക്ക് കുറ്റബോധമുണ്ടാകും. പാപത്തിൽ വീടുമ്പോൾ അവിടെ കിടന്ന് ഉരുളാതെ രക്ഷപ്പെടാൻ കഴിയും. അതാണ് പുതിയ നിയമ ഉപദേശം പഠിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഗുണം. ഞങ്ങളൊക്കെ 4 നൂറ്റാണ്ട് ഞങ്ങളുടെ ജന്മം പാഴാക്കിയവരാ. ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്. കണ്ണടഞ്ഞു പോയാൽ കർത്താവിൻ്റെ വരവിൽ പോകാമെന്നൊരു വലിയ പ്രത്യാശ ഉള്ളിൽ തന്നിരിക്കുന്നു. അതുപോലെയെന്ന് എൻ്റെ ചോദ്യം. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പാസ്റ്റർമാർക്ക് ഈ പ്രത്യാശയില്ല, ഈ സന്തോഷമില്ല, ഈ സമാധാനമില്ല. വണ്ടി ഇടിച്ചും തലയിൽ കൂടി വണ്ടി കയറിയൊക്കെ ഓരോരുത്തർ ചാകുന്നത് എന്തൊരു കഷ്ടമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരായുസ് മുഴുവൻ ഒരു ശുശ്രൂഷ ചെയ്തിട്ട് അവസാനം ഈ അകാല മൃത്യു അടയുന്നതിനോട് നമുക്ക് വചനത്തിലൂടെ പഠിക്കുമ്പോൾ നീതിമാന്റെ മരണം ഉറക്കം പോലെയാ. 2 പാസ്റ്റർമാരെ ഞാനത് കണ്ടു. പാസ്റ്റർ ക്യാപ്റ്റൻ ശമുവേൽ, പാസ്റ്റർ CC ജോർജ്. ക്യാപ്റ്റൻ ശമുവേലിന്റെ ഇതിൽ കൂടി കണ്ടു, മൊബൈൽ കൂടി. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തട്ടി വിളിച്ചപ്പോൾ അത് നീണ്ട ഒരു നിദ്രയായി. മരണമല്ല കേട്ടോ, നിദ്ര. പെന്തക്കോസ്തുകാരാ മരണം എന്ന് പറയുന്നത്. പുതിയ നിയമസഭയുടെ വിശ്വാസികൾ പറയുമ്പോൾ മരണത്തെ ഉറങ്ങാൻ പോയെന്നേ പറയും. മരിച്ചു പോയെന്നൊരു പദം ദൈവമക്കൾക്കില്ല, ഉറങ്ങാൻ പോയി. കർത്താവ് അങ്ങനെ പഠിപ്പിച്ചു. എനിക്ക് കർത്താവ് പറഞ്ഞത് അറിയത്തുള്ളൂ. ഇന്നത്തെ ഈ കുളം പിടിക്കാത്ത പെന്തക്കോസ്തുകാർ പറയുന്നതൊന്നും എനിക്കറിയണ്ട, എനിക്കറിയാൻ വേണ്ട. കർത്താവ് എന്താ പറഞ്ഞത്? ലാസർ നിദ്ര കൊള്ളുന്നു, നാം ഉണർത്താൻ പോകുന്നു. അതാണ് ഒരു ഭക്തന്റെ മരണം. നിദ്രയിലേക്ക് പോവുക. ഈ വചനപുസ്തകപ്രകാരം ജീവിക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിച്ച് കളയണം. ആ സ്വഭാവത്തെ നിർമൂലമാക്കി കളയണം. എഴുന്നേറ്റ് വരും പിന്നെയും നിർമൂലമാക്കണം. ജീവൻ വെച്ച് വരും പിന്നെയും നശിപ്പിച്ച് കളയണം. കാരണം ആഗ്രഹങ്ങളും മോഹങ്ങളൊന്നും ഒരിക്കലും മനുഷ്യരെ വിട്ടുപോകത്തില്ല. ഞാൻ മനസ്സിലാക്കുന്ന നീ കിട്ടിയ പരിജ്ഞാനം, കർത്താവിൻ്റെ വരവരെ രൂപാന്തര ശരീരം പ്രാപിക്കുന്നവരെ ഈ പാപ സ്വഭാവത്തിൻ്റെ സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ കാണും. മോഹം വരും. പത്രോസിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ മോഹത്തെക്കുറിച്ചൊരു പറയുന്നൊരു ശക്തമായ പ്രബോധനമുണ്ട്. അത് ഭയങ്കരമാണ്. അത് വായിച്ച് കേൾക്കുമ്പോൾ നമുക്കറിയാം. പത്രോസിൻ്റെ 2-ാം ലേഖനം, ഹല്ലേലൂയ, അതിൻ്റെ 3-ാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നു. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ
അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ, ഈ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നുണ്ട്, ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്, ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം, ലോകത്തിലുള്ള മോഹനിമിത്തം നാശം ഉണ്ടാകും. ആ നാശം വിട്ടൊഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായിത്തീരുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിത്തീരുന്നു, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായിത്തീരുന്നു. ഇതാണ് ഉപദേശം. ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം. ഇത് മൂന്നും പ്രാപിക്കാതെ മുകളിലോട്ട് പോക്ക് കിടക്കത്തില്ല. ഇവിടെ കിടന്ന് കൈ കാലിട്ടടിക്കും. അതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയിൽ പ്രസംഗിക്കാത്തത്. ഈ ഉപദേശം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആൾക്കാരും രക്ഷപ്പെട്ടു പോകും. സാത്താൻ സമ്മതിക്കത്തില്ല. അതാ യെശയ്യാപ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ പല പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചിട്ടില്ലേ? യെശയ്യാവ് 3:12. ഞാൻ ഞെട്ടിപ്പോയി ആ വാക്യം ആദ്യമായിട്ട് കേട്ടപ്പോൾ. പിന്നെ ഞാനത് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരെങ്കിലും കേട്ട് നന്നാവണമെങ്കിൽ നന്നാകട്ടെ, അല്ല വേറെന്താ. എനിക്കിത് പറയാനുള്ള കൊതി കൊണ്ടാണോ പറയുന്നത്? ഇല്ല, നന്നാകണം. നമ്മളൊക്കെ അടിസ്ഥാനപരമായിട്ട് നന്നാകണം. 3:12 എൻ്റെ ജനമേ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നിന്നെ നശിപ്പിക്കുന്നു. പാസ്റ്റർമാർ വഴി തെറ്റിക്കുന്നു, വഴി നശിപ്പിക്കുന്നു. ഞാനല്ല, യെശയ്യാ പ്രവാചകൻ 3500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചന ഭാഗമായത്. സ്ത്രീകൾ അവരെ വാഴുന്നു, സൗരന്മാർക്ക് ശുശ്രൂഷയില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഷപ്പുമാരായിട്ട് നിയമനം നടത്തിയിരിക്കുക. പിന്നെ അവരെന്തെങ്കിലും നടത്തുമല്ലോ. പൗലോസ് സ്ത്രീ ശുശ്രൂഷയെ ശക്തമായി വിലക്കുന്നു. സ്ത്രീകൾക്ക് ശുശ്രൂഷയില്ല, സ്ത്രീകൾ പ്രസംഗിക്കണ്ട, പ്രസവിച്ചാൽ മതി. ഞങ്ങൾ ഉപദേഷ്ടാവ് പറഞ്ഞാണ്, ഒരു ഭംഗിപ്രയോഗത്തിന് പുള്ളി പറഞ്ഞതാ. അധികം പ്രസംഗിക്കാനും നിൽക്കേണ്ട, പ്രസവിച്ച് കുട്ടികളെ വളർത്തി മര്യാദയ്ക്ക് നേരെ ചൊവ്വേ കൊച്ചുങ്ങളെ വളർത്തിയാൽ മതി, വീട്ടുകാരെ നോക്കിയിരുന്നാൽ മതി. താനതിൽ പറഞ്ഞ വാക്യത്തിൽ ഒരു ഭാഗം മാത്രം പറയാം. സാറേന്ന് വിളിച്ചപ്പോൾ സാറേ എവിടെയാ? സാറേ വീട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. യജമാനനെ എന്ന് വിളിച്ച് കീഴ്പ്പെട്ടിരുന്നു. ഇന്നത്തെ സാറന്മാർ അടുത്ത വീട്ടിൽ പെണ്ണുങ്ങളുമായിട്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നാടകം കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുക. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. കണ്ടോ? പഴയ നിയമത്തിലെ ഉപദേശമല്ലേ? നല്ല കാര്യങ്ങളല്ലേ? ചേർത്ത് പ്രസംഗിക്കാം, നമുക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് ആവശ്യമുള്ള പഴയ നിയമത്തിലെ ഉപദേശങ്ങൾ എടുക്കാം, പ്രസംഗിക്കാം. പക്ഷേ പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥിതി കണ്ണിന് കണ്ണ് പല്ലിന് പല്ലാണെന്ന് നന്നായി ഗ്രഹിക്കണം. ഓക്കെ, ഞാൻ അവയവത്തിലേക്ക് വരട്ടെ. അപ്പോൾ ഈ അവയവങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിച്ച് കളയണം. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോന്നു. അപ്പം നിങ്ങൾ മുമ്പ് നടന്നു പോകുന്നതാ. ഇപ്പോഴോ? 8-ാം വാക്യം, നിങ്ങളുടെ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവി. അപ്പം ചിലത് മരിപ്പിക്കുക, ചിലത് വിട്ടുകളയുക. മരിപ്പിക്കേണ്ടത് മരിപ്പിക്കുക, വിട്ടുകളയേണ്ടത് വിട്ടുകളയുക. അത് ഞാനും നിങ്ങൾ ചെയ്യണോ? അത് വിട്ടാലും ചിലപ്പോൾ പിന്നെയും കയറി വരും, പിന്നെയും വിട്ടുകളയും. അതാ ഞാൻ പറഞ്ഞത്, ഈ ശരീരം രൂപാന്തരം കിട്ടുന്നത് വരെ ഇത് പാപശരീരമായതുകൊണ്ട്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് മാത്രമേ നമ്മളിൽ നടന്നിട്ടുള്ളത് കൊണ്ട് ഈ പാപജടത്തിൽ, പാപലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഇനി അത് മാത്രമല്ല, കുറച്ചുകൂടി കടത്തി ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്, ശ്രദ്ധിച്ചോണം. സാത്താൻ്റെ തേർവാഴ്ച നടക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിൻ്റെ ദൈവം സാത്താൻ, ഈ ലോകത്തെ ഭരിക്കുന്നത് സാത്താൻ. ആദാമും അവയും കൂടി ചേർന്ന് സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തു. വീടെന്നെ നമസ്കരിച്ചാൽ മുഴുവൻ തരാമെന്ന് പറഞ്ഞു. യേശുവിനോട് പറഞ്ഞു, വീട് നമസ്കരിച്ചാൽ തരാം, വെളുന്ന് ചാടാൻ പറഞ്ഞു. പിന്നെ കല്ലപ്പമായി തരാം. യേശു 3 സാത്താൻ്റെ ആഗ്രഹങ്ങളെ തവിടുപൊടിയാക്കി. ഇന്നത്തെ പാസ്റ്റർമാരായിരുന്നെങ്കിൽ ആ 3ഉം ഒരുപോലെ അനുസരിച്ച് ഈ ലോകത്തിൻ്റെ എല്ലാ സുഖഭോഗങ്ങളും പ്രാപിച്ച് ഊട്ട നരകത്തിലേക്ക് അവരും അവരുടെ ആൾക്കാരെയും കൊണ്ടുപോയി തന്നെ. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ജയാളിയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഈ പാപ സ്വഭാവങ്ങളെ ജയിക്കാനുള്ള പ്രമാണം നമുക്ക് തന്നിട്ടുണ്ട്. അതിനാണ് വേദപുസ്തകം ഇടപെടലില്ലാതെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. അതിനാണ് പറയുന്നത് പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കണം. പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. എഫ്രാസ്മാർ പ്രാർത്ഥനയിൽ സഭകളിൽ ഇല്ലാത്തതാണ് ഒരു വലിയ പരാജയം. പ്രാർത്ഥിക്കുന്ന എഫ്രാസ്മാർ സഭയിലില്ല. വിശുദ്ധിയും വേർപാടും പാലിക്കുന്ന സഹോദരി സഹോദരന്മാർ സഭയിലില്ല.
പാസ്റ്റർമാർ പോലും ഇല്ല. അശുദ്ധിയിൽ കിടന്ന് കുത്തി മറിയുക. വിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ, മലിനവും നിർമ്മലിനവും തമ്മിൽ വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്നില്ല. തെറ്റും ശരിയും തമ്മിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. തെറ്റിൽ കിടന്ന് തലകുത്തി മറിയുന്നുണ്ട്, ശരി എന്താണെന്ന് അറിയത്തില്ല. അപകടം മണത്തതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസിൻ്റെ ഈ പ്രബോധനം വളരെ സന്തോഷിപ്പിക്കുകയാണ്. ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, വീഴ്ച, വായിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഉപയോഗിക്കുകയും വിട്ടുകളവി. അന്യോന്യം പോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു. പഴയ മനുഷ്യനെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു. പാമ്പ് പട ഉരിയുന്ന പോലെ ഉരിഞ്ഞു കളഞ്ഞു. ഒരു ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു. കണ്ടാൽ സകലതും പുതുതായി തീർന്നു. ഒരിക്കൽ ഞാൻ ഞങ്ങളുടെ പഴയ കൂട്ടായ്മയിലുള്ള സഹോദരൻ, ഈ കഴിഞ്ഞ ദിവസം പുള്ളിയെ കണ്ടു, ചോദിക്കാൻ പറ്റിയില്ല, നമ്പർ പഠിച്ചിട്ടുണ്ട്, ചോദിക്കണമെന്ന് വിചാരിക്കുക. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ സഹോദരൻ ട്രെയിൻ പോകുന്ന പോലെ പോകുന്നു. ഇപ്പോഴത്തെ ട്രെയിനല്ല, പഴയ കൽക്കരി എഞ്ചിൻ പോകുന്ന പോലെ. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കളി ബാബു സാറിനല്ലേ ചൂട്ടും വലിച്ചുകൊണ്ട് പോകുന്നത്. ഷോ, ഞാൻ പുള്ളിയോട് പറഞ്ഞെന്നാ എൻ്റെ ഓർമ്മ. സഹോദരൻ, അത് പാടില്ല. രക്ഷിക്കപ്പെട്ടുള്ള ഇതൊക്കെ വരാൻ ചിലപ്പോൾ, പക്ഷെ അത് തിരുത്തി കൊടുക്കണം. ഷോമാർ തിരുത്തണം. മദ്യപിക്കുന്ന സഹോദരന്മാരുണ്ട്. മദ്യപിച്ച് സ്വന്തം വീട്ടിൽ കയറി തൂങ്ങിയൊരു സഹോദരൻ പോലും ഞങ്ങളുടെ പല കൂട്ടായ്മയിലുണ്ട്. എത്ര ദുഃഖകരം, എത്ര വേദനാജനകം. അന്ന് ഈ ഉപദേശത്തിൻ്റെ കണിക പോലും എനിക്കറിയത്തില്ല. രക്ഷിക്കപ്പെട്ട പ്രാരംഭ കാലഘട്ടത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായോ? അന്ന് ഈ ഉപദേശം അറിയാമെങ്കിൽ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല അച്ഛാ, അതുകൊണ്ട് നിർത്തണം എന്ന് തറപ്പിച്ച് ഞാൻ പറയുമായിരുന്നു. പാസ്റ്റർമാർ പറയാത്ത കാരണം എന്താണെന്നറിയാമോ? പുള്ളി ഒരു സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരനാണ്. 10 ചക്രം കിട്ടും. അത് പോകാതിരിക്കണമെങ്കിൽ പുള്ളിയെ ഉപദേശിക്കാൻ പാടില്ല. പുള്ളിയെ ഉപദേശിച്ച പുള്ളി നന്നാവും. ചിലപ്പോൾ ഉപദേശത്തോടുകൂടി ഇടറി പുള്ളി പോകും, എൻ്റെ ചക്രം പോകും. ചക്രം കിട്ടാൻ എൻ്റെ കറക്കം, ചക്രത്തിന്മേൽ നിൻ്റെ കറക്കം. ഒരു വണ്ടിയുടെ മുമ്പിൽ നിന്നൊരു പാസ്റ്റർ പാടിയെന്ന് പറയാം. പുള്ളി അങ്ങ് ഉള്ളതുപോലെ വിളിച്ചു പറഞ്ഞു, ചക്രത്തിന്മേൽ നിൻ്റെ കറക്കം, ചക്രം കിട്ടാൻ എൻ്റെ കറക്കം. ചക്രം കിട്ടുമോ കിട്ടാതിരിക്കുമോ, തന്നാലോ തന്നില്ലേലോ, സത്യം പറയാൻ മനസ്സുണ്ടോ, സത്യം വിളിച്ചു പറയാനുള്ള ആർജവമുണ്ടോ, എന്നാലേ വിശ്വാസികൾ നന്നാകത്തുള്ളൂ. അവരെ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് അവരുടെ പാപപ്രവൃത്തികൾക്കെതിരെ ശക്തമായ വചനമെന്ന വാളെടുത്ത് ശക്തമായി പ്രഹരിക്കണം. പാപ സ്വഭാവത്തിൽ നിന്ന് അവരെ അടർത്തിയെടുക്കണം. അതാണ് വചന പ്രഘോഷണം. അല്ലാതെ സാമ്പജീവൻ പറയുന്ന പോലെ എനിക്ക് 30,000 40,000 ഇത്രയും തരണം എന്നൊക്കെ പറഞ്ഞ് വിദേശ വിശ്വാസികളുള്ള സഭയിലേക്ക് 2, 3, 4, 5 ലക്ഷം രൂപ കോഴ കൊടുത്ത് സ്ഥലം മാറ്റം മേടിക്കുന്നതൊന്നും ആത്മീയതയല്ല. അതൊക്കെ പറയും ജഡീകമാണ്, ശൈശവമാണ്. അതൊക്കെ നരകത്തിൻ്റെ വഴികളാണ്. പ്രിയമുള്ളവരെ, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ശതമാനം അതാണ്. അതോർത്ത് പകച്ചു നിൽക്കുകയാണ് ഞാനും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവിൻ. അന്യോന്യം പോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് എന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ഈ പുതിയ മനുഷ്യൻ എങ്ങനെയുള്ളവനാണെന്ന് സ്വോത്ര എഫേസ്യ ലേഖനത്തിൽ വ്യക്തമായി പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പഴയ മനുഷ്യനും പുതിയ അവസ്ഥയെക്കുറിച്ച് പൗലോസ് പഠിപ്പിക്കുന്ന ഒരു ഭാഗം. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. എനിക്ക് വചനമെടുത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കാൻ എനിക്ക് നിയോഗമുള്ളൂ. എഫേസ്യർ 4:17 മുതൽ, ആകിയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികളുടെ നിങ്ങളുടെ വൃദ്ധബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നകന്ന് മനം തളിപ്പിച്ചു പോയവർ. ആകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് ജാതികൾ, അല്ലെങ്കിൽ പഴയ അവസ്ഥ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥ. ഇപ്പോഴോ നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ, ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യന്. അപ്പോൾ പഴയ മനുഷ്യൻ പുതിയ മനുഷ്യൻ പിന്നെയും വന്നു.
പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ പുതിയ മനുഷ്യൻ എന്തൊക്കെയുണ്ട്? സത്യമുണ്ട്, സത്യത്തിൻ്റെ ഫലമായ നീതിയുണ്ട്, സത്യം, നീതി, വിശുദ്ധി ഉണ്ടോ? പുതിയ മനുഷ്യൻ എന്തൊക്കെയുണ്ട്? സത്യം, നീതി, വിശുദ്ധി, ദൈവത്തിൻ്റെ സ്വഭാവം എല്ലാം ഉണ്ട് അതിന്. സത്യം, നീതി, വിശുദ്ധി, പരിജ്ഞാനം, സ്നേഹം, ഇതൊക്കെയല്ലേ ദൈവിക സ്വഭാവങ്ങൾ. അങ്ങനെ സ്വഭാവമുള്ളൊരു പുതിയ മനുഷ്യനെ ധരിക്കണം. അതാ ഉപദേശം. കാരാഗ്രഹ ലേഖനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില മതിക്കാൻ പറ്റത്തില്ല. അത്ര തങ്കലിപികളിൽ എഴുതി ചേർക്കേണ്ട ലേഖനങ്ങളാണിത്, ഉപദേശങ്ങളാണ്. കാരാഗ്രഹ ലേഖനത്തിൻ്റെ പഠിപ്പിക്കൽ വളരെ മനോഹരമാണ്, വളരെ ശക്തമാണ്, വളരെ ഷാർപ്പാണ്. സ്തോത്രം. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട അതാ പുതിയ മനുഷ്യൻ. സത്യമുണ്ട്, നീതിയുണ്ട്, വിശുദ്ധിയുണ്ട്. 3 സ്വഭാവങ്ങളിലൂടെ വന്നു. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം സ്നേഹവാനാണ്, സ്നേഹമുണ്ട്. സത്യം, നീതി, വിശുദ്ധി, പരിജ്ഞാനി, സ്നേഹം ആദിയായ ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളണം. അതാ ഇവിടെ പറയുന്നത്, പുതിയ മനുഷ്യൻ, എ ന്യൂ മാൻ. പഴയ സ്വഭാവങ്ങളെല്ലാം പോകണം, പുതിയ മനുഷ്യരാകണം. എൻ്റെ കൂടെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. വായെടുത്ത ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാഷ ശരി തെറിയേ പറയത്തു. ഞാൻ പറഞ്ഞു, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരോട് കൂടെ പറയുന്ന ഭാഷ സഭയിൽ വരുമ്പോൾ പറയരുത്. സഭ വരുമ്പോഴെന്നല്ല, അത് പാടെ മാറ്റിക്കളയണം. നിങ്ങൾക്കൊരു പുതിയ ഭാഷ ഉണ്ടാകണം, പുതിയ സംസാര ശൈലി ഉണ്ടാകണം. വിശുദ്ധന്മാർ തമ്മിൽ സംസാരിക്കുന്ന രീതി നിങ്ങളിൽ കാണണം. ഭാഷാശൈലി തെറ്റിച്ചു കളയരുത്. രക്ഷിക്കപ്പെടാത്ത, ഗുണം പിടിക്കാത്ത നമ്മുടെ കൂടെ നടക്കുന്ന ഭാഷ സഭയിൽ വരുമ്പോൾ പറയരുത്. ശക്തമായ താക്കീത് കൊടുത്തു. പുള്ളി കളഞ്ഞിട്ട് പോയി, പോട്ടെ, എനിക്കെന്നാ കാര്യം. ശാസന തർജ്ജനം, കഠിനമായ ശാസനം പുസ്തകത്തിലുള്ളതാ. ഇപ്പൊ പോയി ദുരുപദേശത്തിൽ ചേർന്നു. പറയാതിരിക്കാൻ പറ്റുമോ? തെറ്റുകൾ കാണുമ്പോൾ ശക്തമായി തിരുത്തും. നമ്മൾ തിരുത്തുമ്പോൾ മുമ്പോട്ട് വരണ്ടേ? തിരുത്താൻ സന്നദ്ധനല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പഴയ സ്വഭാവങ്ങളെല്ലാം മറന്ന് എഫേസ്യരിൽ പൗലോസ് പറയുന്നു, ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ ധരിച്ചു. പുത്തൻ മാൻ, ന്യൂ മാൻ, പുതിയ മനുഷ്യൻ, ഒരു പുതിയ പ്രൊഡക്റ്റാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പഴയതെല്ലാം ദ്രവിച്ചു പോയി. മാങ്ങാണ്ടിയോ കശുവണ്ടിയോ നട്ട കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രാരംഭം പറഞ്ഞല്ലോ. ആ പഴയതെല്ലാം അങ്ങ് നശിച്ചു പോയി. പഴയതെല്ലാം നശിച്ചു പോയി. പഴയ കശുവണ്ടിയുടെ, പഴയ മാങ്ങാണ്ടിയുടെ ആ ഭാഗങ്ങളെല്ലാം ദ്രവിച്ച് മണ്ണിനോട് ചേർന്ന് ഒരു പുതിയ പ്രൊഡക്റ്റാണ് ഉണ്ടായി വന്നിരിക്കുന്നത്. അതാണ് ബോൺ അഗെയിൻ, അതാണ് പുതിയ മനുഷ്യൻ, ന്യൂ മാൻ. അതായിരിക്കണം നമ്മൾ. അങ്ങനെ ആയിരിക്കണം ഒരു പുതിയ നിയമവിശ്വാസി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത സ്തോത്രം, സ്തോത്രം.